അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്നറിയുവോ? നിനക്കൊരു സന്തോഷമുള്ള ജീവിതം കിട്ടാനാ, നിനക്കൊരു സമാധാനമുള്ള ജീവിതം കിട്ടാനാ വിവാഹം കഴിക്കാൻ അല്ലാഹു പറയുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വിവാഹം കഴിച്ച സന്തോഷം കിട്ടും, സമാധാനമുള്ള ഒരു ജീവിതമുണ്ടാകും, നിന്റെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകും. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന വിവാഹം കഴിച്ച ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, നിന്റെ ജീവിതം സന്തോഷത്തിലാണോ? നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലാണോ? പടച്ചവനെ, ഇന്ന് വിവാഹം കഴിച്ചത് കാരണം സമാധാനമില്ലാതെ നടക്കുകയാ. സന്തോഷമില്ലല്ലോ, സമാധാനമില്ലല്ലോ. എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നതെന്ന് തേടിയിട്ട് ഇന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും പരക്കം പായുന്ന കാലവാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു സമാധാനം കിട്ടും വിവാഹം കഴിച്ച. എന്റെ പ്രിയമുള്ളവരെ, സമാധാനം വേണമെങ്കിൽ നിനക്ക് തോന്നുന്നത് പോലെ ജീവിച്ചാ പോരാ, നിനക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിച്ചാ പോരാ. എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ദീൻ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ ജീവിക്കണമെന്നറിയുവോ? അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് പോലെ കുടുംബ ജീവിതം നയിച്ചാ നിന്റെ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷവാ. നിന്റെ വീട് സ്വർഗവാ, നിന്റെ വീട് സ്വർഗവാ. നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതമാ. പരസ്പരം നിങ്ങൾക്ക് പരസ്പരം ഒരിക്കലും പിരിയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളുടെ വിവാഹം കഴിഞ്ഞു. ആരാണ് പുതിയ ആപ്പളയാരാ? പടച്ചവനെ, മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ തെരഞ്ഞെടുത്തത് ആരെയെന്നറിയുവോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, പുല്ല് വെട്ടിയിട്ട് ഒട്ടകത്തിന്റെ മുതലാളികളുടെ വീട്ടിലേക്ക്, ഒട്ടകവും കുതിരയുമുള്ള വീട്ടിലേക്ക് പുല്ല് വെട്ടിയിട്ട് കൊണ്ടു കൊടുക്കും. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് കഴിയുന്ന പാവപ്പെട്ട സ്വഹാബിയാ. ആ സ്വഹാബിയുടെ കയ്യിലേക്കാണ് അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുത്തത്. പരസ്പരം അവര് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുകയാ. അവസാനം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുകയാണ്. അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചു പൊരുത്തം ചോദിച്ചു. അവസാനം അവിടെ നിന്ന് മരണപ്പെട്ടു. അല്ലാഹുവേ, മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് വെള്ളത്തുടിയിൽ പൊതിഞ്ഞ് പള്ളികൾ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞിട്ട് ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ അടിയിലേക്ക് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് പിടിമണ്ണ് വാരി ഖബറിന്റെ മുകളിലേക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും സലാം പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. വൈകുന്നേര സമയമായി, പാതിരാത്രിയായി. അലിയാര് തങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു സമാധാനമില്ല, ഒരു സമാധാനമില്ല. കാരണം എന്തെന്നറിയുവോ? ഇന്നലെ വരെ തന്റെ കൂടെ ഇരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ, ഇന്നലെ വരെ തന്റെ കൂടെ കിടന്ന ഫാത്തിമയെ കാണാതെ വന്നപ്പോ, ഒരൊറ്റ ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ അലിയാര് തങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കാണാതെ വന്നപ്പോ
അവസാനം അലിയാർ തങ്ങൾ വീട് വിട്ടിറങ്ങുകയാണ്. പടച്ചുറപ്പേ, എന്നിട്ട് ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു ചെന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ ചാരത്തേക്ക് പാതിരാത്രി അലിയാർ തങ്ങൾ കടന്നു ചെന്നിട്ട് അവിടെന്ന് പറയുന്നു, അസ്സലാമു അലൈക യാ ഫാത്തിമ. പാതിരാത്രി തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ട് ഖബറടക്കിയതിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്തു ഭർത്താവ് പോയി നിന്നിട്ട് അവിടുന്ന് സലാം പറയുന്നു. ഫാത്തിമ ഒന്നാമത് സലാം പറഞ്ഞു. ഫാത്തിമ ബീബി സലാം അടക്കുന്നില്ല. രണ്ടാമത് അലിയാർ തങ്ങൾ സലാം പറഞ്ഞു. മടക്കാതെ വന്നപ്പോ അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്നോട് പിണക്കമാണോ ഫാത്തിമ? എന്റെ സലാം അടക്കാത്തതെന്തേ ഫാത്തിമ? തന്റെ ഭാര്യ ഖബറിന്റെ അകത്ത് കിടന്ന് സലാം അടക്കാതെ വന്നപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവ് ചോദിക്കുന്നു, എന്നോട് പിണക്കമാണോ ഫാത്തിമ? മരിച്ചെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലോ. ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, പിണക്കം മാറ്റു ഫാത്തിമ, എന്റെ സലാം അടക്കു ഫാത്തിമ. എത്ര പറഞ്ഞിട്ടും സലാം അടക്കാതെ വന്നപ്പോ തന്റെ ഭാര്യയുടെ മുകളിതാ തന്റെ പ്രിയപ്പെട്ടവളുടെ മുകളിൽ വാരികെട്ടിരിക്കുന്ന പച്ചമണ്ണിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അലിയാർ തങ്ങൾ പറയുന്നു, ഖബറേ, എന്റെ ഫാത്തിമയോട് സലാം അടക്കാ പറ ഖബറേ, എന്റെ ഭാര്യയോട് പിണങ്ങല്ലേ എന്ന് പറ ഖബറേ, എന്റെ ഭാര്യയോട് പറ എന്റെ സലാം അടക്കാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യയുടെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഒരു ഭർത്താവ് ചോദിക്കുന്നു, എന്റെ ഭാര്യയുടെ വീട് എങ്ങനെയുണ്ട്? എന്റെ ഭാര്യയുടെ വിശേഷം എങ്ങനെയുണ്ട്? എന്റെ ഭാര്യയുടെ മണിയറയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്ന അലിയാർ തങ്ങളോട് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ, ഇവിടെയല്ല മണിയറ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ. മണിയറ എവിടെയെന്നറിയുവോ? എവിടെയാണ് മണിയറയാക്കേണ്ടതെന്നറിയുവോ? വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല, എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുവോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് കടന്നു വന്ന ഭർത്താവിനോട് അലിയാർ തങ്ങളോട് മണ്ണറയാണ് മണിയറയാക്കേണ്ടത്, ആറടി മണ്ണാണ് മണിയറയാക്കേണ്ടത് എന്ന് ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത പ്രിയപ്പെട്ട ഭാര്യ അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഖബറേ, എന്റെ ഭാര്യയുടെ വിശേഷമെന്ന് പറഞ്ഞു തരുവോ? എന്റെ ഭാര്യയോട് എന്റെ സലാം അടക്കാനെന്ന് പറയുവോ? ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് പറയുന്നത് പോലെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന് പറഞ്ഞു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, ജീവിതമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കുടുംബജീവിതമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എന്തിനാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞത്? നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? സമാധാനമുള്ള ഒരു ജീവിതം വേണോ? ആ ജീവിതം കിട്ടാനാണ് വിവാഹം കഴിക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഖുർആൻ പറഞ്ഞു വിവാഹം കഴിച്ചാ സമാധാനം കിട്ടും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വിവാഹം കഴിച്ചാ സന്തോഷം കിട്ടും, സമാധാനം കിട്ടും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പലരും വിവാഹം കഴിച്ചവരാ, പക്ഷെ നമുക്ക് സന്തോഷമുണ്ടോ? നമുക്ക് സമാധാനം ഉണ്ടോ? കണ്ണീര് കുടിച്ചോണ്ടിരിക്കാം. എടാ, വൈകുന്നേരം 10 മണിയായി 10:30 വീട്ടിൽ പോകുന്നില്ല. കാരണം എന്തേ? ഭാര്യയെ കാണാൻ വയ്യ. പല ചെറുപ്പക്കാർക്കും വീട്ടിൽ പോകാൻ മടിയാ. കാരണം എന്തേ? ഭാര്യ അല്ലാഹു ഉള്ള സമാധാനം പോയി. ഇനി ആരെങ്കിലും വീട്ടിൽ പോയാ എങ്ങനെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതി, പടച്ചവനെ ഒന്ന് പുറത്തു പോകാൻ, എങ്ങനെങ്കിലും ഒന്ന് നേരം വെളുത്താൽ രക്ഷപ്പെടാൻ മതി. ഇതാ നമ്മുടെ ചിന്ത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ അധപ്പതിച്ചു പോയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. ഇസ്ലാം പറയുന്നുണ്ട് എങ്ങനെ ജീവിക്കണം.
എങ്ങനെ ജീവിച്ചാലാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്, നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ കഴിയുന്നത് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈപൊക്കിക്ക്. ഇത് സ്വാതന്ത്ര്യ ദിനത്തിന് കൊടിവെക്കണ പോലുണ്ട്. സ്റ്റേജിലിരുന്നവരെ ഞാൻ നോക്കിയില്ല, പൊക്കിയോ ഇല്ല. പലരും കൈവെക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഉസ്താദ് ഇവിടെ തന്നെ സഹിക്കുന്നത് പോരാ, ഇനി സ്വർഗത്തിലും ഉണ്ടോ? എനിക്ക് പോണില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതം പോലെ ആനന്ദമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. പഠിക്കണം. കുടുംബജീവിതം പോലെ സന്തോഷവും സമാധാനവുമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. സ്വർഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ആദം നബിക്ക് സന്തോഷം കിട്ടിയില്ല. സന്തോഷം കിട്ടിയതപ്പോഴാ, ഒരു പെണ്ണ് കിട്ടിയപ്പോഴാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് സന്തോഷം കിട്ടാത്തതിന്റെ കാരണം, നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടാത്തതിന്റെ കാരണം, നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പരസ്പരം തമ്മിലടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തമ്മിലടിയാ. ഉസ്താദേ, ഭർത്താവ് ഭാര്യയോട് പറയും, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. ഭാര്യക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തം വേണം. അങ്ങനെ ഭർത്താവിന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ ഭാര്യക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. എന്നാ മനുഷ്യന്മാരെ നിന്റെ ഭാര്യയുടെ പൊരുത്തം നിനക്കും വേണം കേട്ടോ. അവക്ക് മാത്രമല്ല, നിന്റെ ഭാര്യയുടെ പൊരുത്തം നിനക്കും വേണം. എപ്പോഴും എല്ലാ ഉസ്താദന്മാരും എവിടെ നോക്കിയാലും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള കടമകളെ കുറിച്ചാ എവിടെയും വാഴത് അല്ലേ? ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് ചീഞ്ചലം ഒഴുകി വന്ന അതുപോലും ഭാര്യയുടെ കഥ. ഇതൊക്കെ പ്രസംഗല്ലേ? ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോട് കടമകളുണ്ട്. എന്നാ ഖുർആൻ സൂറത്തുൻ നിസാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിനക്ക് നിന്റെ ഭാര്യയോടും കടമയുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോടുള്ള കടമയാക്കാൽ കൂടുതൽ കടമ നിങ്ങൾക്ക് തിരിച്ചുണ്ടെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഇന്നത്തെ വയല് ഭർത്താക്കന്മാരാ. ഭാര്യമാരെ ഞാൻ ഒന്നും പറയൂല. ഇന്നത്തെ വയല് ഭർത്താക്കന്മാരായ നമുക്കുള്ളതാ. എന്നും അവരെ അല്ലേ കുറ്റം പറയണേ. ഇന്നൊന്ന് തിരിച്ച് നമുക്ക് നന്നാകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ വയല് കഴിയുമ്പോ തീരുമാനമാകും ഏകദേശം. ഈ വയല് കഴിയുന്നതോടുകൂടി സത്യം പറഞ്ഞ പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച് ഈ വയല് പറയാൻ തന്നെ പാടില്ല. കാരണം ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോട് 12 കടമയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ 12 കടമയിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നീ പാലിച്ച നിന്റെ പെണ്ണും പിള്ള നീ അങ്ങോട്ട് ബഹുമാനിക്കാൻ പറയണ്ട. അവള് നിന്നെ ബഹുമാനിക്കും, നിന്റെ ഉമ്മാനെ സ്നേഹിക്കും, നിന്റെ വാപ്പാനെ സ്നേഹിക്കും, നിനക്ക് വെച്ച് വിളമ്പി തരും. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവള് പരാതി പറയൂല. സന്തോഷത്തോടെ നിന്റെ കൂടെ പട്ടിണിയാണെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഭർത്താവിന് തന്റെ ഭാര്യയോട് എത്ര കടമയുണ്ട്? നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെടൂല. കാരണം അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരു സ്ഥലത്ത് വഴുതിന് പോയാ അവിടുത്തെ പ്രായമുള്ളവർ പറയും, ഉസ്താദ് ഈ നാട്ടിലെ ചെറുപ്പക്കാരൊന്നും ശരിയല്ല. വഴുത് പറയുമ്പോ ഒന്ന് പറയണം കേട്ടോ. ചെറുപ്പക്കാര് വന്നിട്ട് പറയും, ഉസ്താദ് കിളവന്മാരൊന്നും ശരിയല്ല. പള്ളിയുടെ മുന്നിൽ ഇരുന്ന് ഇറച്ചി തീറ്റിയ ഒന്ന് പള്ളിക്കുഴി പോകാൻ സമയമായി, എന്നിട്ട് നന്നായിട്ടില്ല, ഒന്ന് പറഞ്ഞേക്കണം. നാട്ടിലെ പ്രായമുള്ളവർ പറയും, ഉസ്താദ് ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും ശരിയല്ല ട്ടാ, ഒന്ന് പറയും. പ്രസംഗത്തിൽ ഒന്ന് സൂചിപ്പിച്ചേക്കണം. പെണ്ണുങ്ങളോട് ചോദിച്ചാൽ പറയും, ഇവിടുത്തെ ആണുങ്ങളൊന്നും ശരിയല്ല, ഒന്ന് വഴുത് പറയാം. എന്നാൽ ഞങ്ങളെ നന്നാകാൻ വേണ്ടി വഴുത് പറയുന്ന ഒരാളും പറയാറില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വഴുത് ആദ്യം നന്നാകേണ്ടത് നമ്മളാ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ കുടുംബജീവിതം പോലെ സന്തോഷമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. ചില കാര്യങ്ങൾ പഠിച്ചാൽ മതി. വിവാഹം കഴിച്ചിട്ട് 50, 60, 40 വർഷമായി, വർഷത്തിലൊന്നും കാര്യമൊന്നുമില്ല, വർഷങ്ങളിലൊന്നും കാര്യമില്ല. പെണ്ണിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജീവിതം ഏതൊരാണിന്റെയും ആഗ്രഹമാണ്. പെണ്ണ് കെട്ടുന്ന ഏതൊരാണിന്റെയും ആഗ്രഹമാണ് തന്റെ ഭാര്യ വരച്ച വരെ നിർത്തണം. ആഗ്രഹല്ലേ? ഏതൊരാണിന്റെയും ആഗ്രഹമാണെന്ത്? പെണ്ണിനെ വരച്ച വരെ നിർത്തണം. ഖിയാമത്ത് നാള് വരെ നിന്നെ കൊണ്ട് അതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ വരച്ചിട്ട് കയറി നിൽക്കും, നിന്റെ പെണ്ണും പിള്ള ഒരു കാലത്തും കയറി നിൽക്കത്തില്ല. നീ വെറുതെ കിടന്ന് കഷ്ടപ്പെടണ്ട.
കാരണം എന്ത്? അള്ളാഹു അവളെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ എല്ലിൽ നിന്നാണ് അള്ളാഹു പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരുപാട് വളച്ചാലും ഓടിയും, ഒരുപാട് നൂത്താലും ഓടിയും. അപ്പൊ വളയ്ക്കേം വേണ്ട, നൂക്കേം വേണ്ട, മധ്യമായ രീതിയിൽ കൊണ്ടുപോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങൾക്ക് ചില പാരമ്പര്യമായിട്ടുള്ള ചില സ്വഭാവമുണ്ട്. ഒരു സ്വഭാവം ഞാൻ പറഞ്ഞു തരാം. അധികം പെണ്ണുങ്ങൾക്കും ഭർത്താവിന്റെ വാപ്പ ഉമ്മ കൂടപ്പുറപ്പ് ഇഷ്ടമല്ല. സത്യല്ലേ? അധികം പെണ്ണുങ്ങൾക്കും അവളുടെ കുടുംബം എന്ന് പറഞ്ഞ 1000 നാളാണ്. എന്നാൽ ഭർത്താവിന്റെ കുടുംബക്കാരോട് ഞാൻ 100 പറയത്തില്ല, 99% പെണ്ണുങ്ങൾക്കും താല്പര്യമില്ല. 1% നേരത്തില്ല. അത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതാ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി വരിക. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. ഒരു യുദ്ധം കഴിഞ്ഞിട്ടാ പ്രവാചകൻ വരുന്നേ. പള്ളി വന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നപ്പോ ഭാര്യ വീടിന്റെ കവാടത്തിൽ വെച്ച് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുക, ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടം ആരോടാ നബി? മഴവെള്ളപ്പൊക്കത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടു. അവസാനം ഗവൺമെന്റ് പറഞ്ഞു, പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ എന്തെങ്കിലും കിട്ടും. അങ്ങനെ പേപ്പറും പറക്കിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നടക്കാം. അവസാനം പറഞ്ഞു ഇന്ന് കിട്ടും. അങ്ങനെ രാവിലെ മുതൽ അവിടെ പോയി നിന്നു. 12 മണിയായി, 1 മണിയായി, 2 മണിയായി. അവസാനം അവന്റെ മുന്നിൽ പോയപ്പോ അവൻ പറയുന്നു, നീ പോയി ആധാറിന്റെ കോപ്പി എടുത്തോണ്ട് വരാൻ. പടച്ചവൻ അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും സർവ്വതും വിളിച്ചിട്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ കയറി വരുമ്പോ നമ്മുടെ പെണ്ണുമ്പുള്ള വീടിന്റെ കവാടത്തിൽ വെച്ചിട്ട് ഇക്കാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഒറ്റയടിക്ക് താഴെ കിടക്കും അവള്. അല്ലെങ്കിൽ പറയും നിന്റെ വാപ്പാരെയാണ്. നമുക്ക് ദേഷ്യം വരും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിലേക്ക് യുദ്ധം കഴിഞ്ഞിട്ടാ മടങ്ങി വരുന്ന നബിയെ, 11 ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടം ആരെയാ നബിയെ? അള്ളാന്റെ റസൂല് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ സന്തോഷമായി വീടിന്റെ അകത്ത് കയറി. വീടിന്റെ അകത്ത് കയറിയ പ്രവാചകനെ രണ്ടാമതും പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമാരെയാ? ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമാരെയാ? അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖിനെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കെട്ടിപ്പിടിച്ചു ചുംബനം കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ പെണ്ണ്. നീ അവളുടെ വാപ്പാനെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്ക്. അള്ളാണ് നിന്റെ ഉപ്പ യന്ത്രം നല്ല മനുഷ്യനാ. അള്ളാ എന്റെ ഉമ്മ ഒന്ന് പറഞ്ഞു നോക്ക്. പെണ്ണുമ്പുള്ള തലയിൽ കയറിയിരിക്കും. അത് പറഞ്ഞ ഞാൻ പറഞ്ഞു, പെണ്ണിന് ചില സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പോകാൻ സന്തോഷത്തോടു കൂടി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്താ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മുടെ ഭാര്യ ആരാണെന്ന് പഠിക്കണം. വെറുതെ കടന്നാ പോരാ. നിന്റെ ഭാര്യ ആരാണെന്ന് നീ മനസ്സിലാക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ തുടക്കകാലത്തിൽ പ്രബോധനമായിട്ട് പടച്ചവനെ അതാ മക്കയിലൂടെ നടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രബോധനം നടത്തി. വല്ലാത്ത പീഡനങ്ങളായിരുന്നു. അള്ളാഹുവേ ദീനിലേക്ക് കടന്നു വരുന്നവരെ പട്ടിക തല്ലുന്നത് പോലെ ഖുറൈശികളെ തല്ലിച്ചതയ്ക്കുകയാ. പ്രതിരോധിക്കാൻ കഴിയില്ലല്ലോ. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങളെ തല്ലിച്ചതയ്ക്കുകയാണ്. പടച്ചവനെ പ്രവാചകന്റെ മുന്നിലേക്ക് രക്തമൊലിപ്പിച്ചുകൊണ്ട് സഹാബാക്കളെ കടന്നു വന്നിട്ട് കരഞ്ഞുകൊണ്ട് പരാതി പറയുകയാ. അതാ തന്റെ പച്ചയിറച്ചി കത്തിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് കാണിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അവസാന പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. പടച്ചവനെ അവസാനം തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് വെറും കൈയോടുകൂടിയാണ് മദീനയിലേക്ക് പോകേണ്ടി വന്നത്. കഷ്ടപ്പെട്ടത് മുഴുവനും മക്കയിലിട്ടിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടി സഹാബാക്കൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുകയാണ്. മഹാനായ നബി മുഹമ്മദ്
മുസ്തഫ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. പടച്ചവരെ, മദീന നിവാസികളതാ സ്വീകരിക്കുകയാ. എന്നിട്ട് മുഹാജിരീങ്ങളെ അൻസാരീങ്ങളെ സ്വീകരിച്ചത് എങ്ങനെയെന്നറിയുമോ? 2 വീടുള്ളവർ ഒരു വീട് കൊടുത്തു. പടച്ചവനെ, വാഹനമുള്ളവർ വാഹനം കൊടുത്തു, പണമുള്ളവർ പകുതി പണം കൊടുത്തു. 2 ഭാര്യമാർ കൂടുതലുള്ളവര് ഒരു ഭാര്യ തലാഖ് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട മുഹാജിരീങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ഒന്നുമില്ലാത്തവരെ ആ പാവപ്പെട്ടവര് സഹായിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവര്, മുഹാജിരീങ്ങളെ അൻസ്വാരീങ്ങളെ സഹായിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആരാണ് നിന്റെ ഭാര്യയെന്നറിയുമോ? ആരാണ് നിന്റെ ഭാര്യയെന്നറിയുമോ? അവള് ഹിജ്റ ചെയ്ത് വരുന്നവളാ. സ്വന്തം വീട്ടിൽ നിന്ന് ഹിജ്റ ചെയ്തിട്ട് നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ. നീ വിവാഹം കഴിച്ചു കഴിഞ്ഞാ അന്ന് മുതൽ അവളുടെ ഉമ്മയല്ല, അന്ന് മുതൽ അവളുടെ ഉമ്മ പോയി നിന്റെ ഉമ്മയാണ് ഇനി അവളുടെ ഉമ്മ. നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ, നിന്റെ കൂടപ്പിറപ്പാണ് അവളുടെ കൂടപ്പിറപ്പ്, നിന്റെ വീടാണ് അവളുടെ വീട്, നിന്റെ നാടാണ് അവളുടെ നാട്. അല്ലാഹുവേ, പടച്ചവര്, പുതിയ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരികയാ. അവളുടെ കുടുംബക്കാരെ മുഴുവനും നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞിട്ട് ഇനി മുതൽ പുതിയ മാതാപിതാക്കളോ കൂടപ്പിറപ്പുകളാ കൂട്ടുകാരാ വീടാട്. പടച്ചവനെ, അങ്ങനെ ഹിജ്റ ചെയ്തുകൊണ്ടാണ് നിന്റെ ഭാര്യ നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നീ അവളെ ബഹുമാനിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു സഹാബി ചോദിച്ചു, നബിയേ, ഭാര്യയോട് ഭർത്താക്കന്മാർക്കുള്ള കടമ എന്താണ് നബിയേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് നിന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അയ്യുതഇമഹാ മിമ്മാ യുതഅം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയെയും കഴിപ്പിക്കണം, ഇത് നിന്റെ കടമയാണെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഏത് ഭർത്താവാ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്ന എത്ര പേരാ ഉള്ളത്? എന്റെ പ്രിയമുള്ളവരെ, ഈ പുറക്കാട്ടിലെ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുന്നോ, പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങുന്നോ, ഏറ്റവും കൂടുതൽ ബറക്കത്തുണ്ടാകുന്ന വീടേതെന്നറിയുമോ? ഈ പുറക്കാട്ടിലെ ഏറ്റവും നല്ല ഭവനമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ കരുണ ഇറങ്ങുന്നോ ബറക്കത്തുള്ള ഭവനമേതെന്നറിയുമോ? ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട്ടിൽ അല്ലാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരുമിച്ചിരുന്നൊരു പാത്രത്തിലിരുന്ന് കഴിക്കണം. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, നീ നിന്റെ ഭാര്യയുടെ കൂടെ ഒരുമിച്ചൊരു പാത്രത്തിനകത്തിരുന്ന് കഴിക്കണം. നിനക്കതിന് സമയമില്ലല്ലോ. പടച്ചവനെ, രാവിലെ മുതൽ വൈകുന്നേരം വീടിന്റെ അകത്തൊരു വേലക്കാരിയെ പോലെ കടന്ന് ജോലി ചെയ്യുകയാണ്. എന്നിട്ട് വൈകുന്നേര സമയമെത്തിയപ്പോ വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം വിളമ്പി വെച്ചു. എല്ലാവരും കഴിക്കാൻ തയ്യാറെടുത്തു. മോളെ, നീ കഴിക്കുന്നില്ലേ? പെണ്ണ് പറയുന്ന,
എന്റെ ഇക്ക വരട്ടെ, ഒരുമിച്ച് കഴിക്കാം. അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറക്കമായി. വീടിന്റെ കവാടത്തിൽ കാത്തിരിക്കുകയാ. ഭർത്താവ് വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലാ കാത്തിരിക്കുകയാണ്. അവസാനം അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അതാ 10:30 11 മണിയായി. ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഭാര്യ ഞെട്ടി ഉണർന്ന് കവാടം തുറന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാ. ആ സമയത്ത് ഭർത്താവ് പറയുന്നു, പെണ്ണ്, ഞാൻ ഭക്ഷണം കഴിച്ചു, വേണമെങ്കിൽ നീ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചിട്ട് കിടന്നോ. അല്ലാ, ഇടിത്തീ പോലെയാണ് ഭാര്യയുടെ മനസ്സിലേക്ക് അത് തറയ്ക്കുന്നത്. അവസാനം അവളെ ഡൈനിങ് ടേബിളിന്റെ മുന്നിലേക്ക് ചെന്നിരുന്നു. ഭക്ഷണം എടുത്തിട്ട് റബ്ബേ വായിലേക്ക് വാരി വെക്കുമ്പോ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നില്ല. അവസാനം എല്ലാം എടുത്തു വെച്ചിട്ട് അതാ കിടപ്പറയിൽ വന്ന് പട്ടിണി കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, കൂട്ടുകാരുടെ കൂടെ ഹോട്ടലിൽ പോയി പണ്ടം നിറച്ചിട്ട് കടന്നു വരുന്നവര്, എടാ നീ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കുമൊന്ന് പോയിരുന്നു കൂടെ. കഴിച്ചില്ലെങ്കിലും അവരുടെ കൂടെ പോയിരുന്നു ആ പാത്രത്തിനകത്ത് നിന്നൊരൽപ്പം ഭക്ഷണം നിനക്ക് വാരിക്കടിച്ചുകൂടെ. എങ്കിലും നിന്റെ പാവപ്പെട്ടവനെങ്കിലും ഭക്ഷണം കഴിക്കുമല്ലോ. അല്ലാ, ഒരു കരുണ കാണിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. എങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ വിശക്കുന്ന വയറോടെ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് ചോദിക്കുന്നു, ആയിഷ, വിശക്കുന്നു, കഴിക്കാ വല്ലതും ആയിഷ? എന്താണ് കഴിക്കാറുള്ളത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, 3 ചപ്പാത്തിയുണ്ട് നബിയേ, 3 റൊട്ടിയുണ്ട് നബിയേ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ 3 റൊട്ടി എടുത്തുകൊണ്ട് വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ കഴിക്കാൻ തുടങ്ങി. അതാ 3 ചപ്പാത്തിയും അങ്ങ് തിന്നുകളഞ്ഞു. വിശപ്പിന്റെ കാഠിന്യത്താൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ചപ്പാത്തിയും അങ്ങ് തിന്നുകഴിഞ്ഞു. അല്ലാഹ് തിന്നുകഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാണ് നബിയെ കരയുന്നത്? എന്തിനാണ് നബിയെ കരയുന്നത്? ആയിഷ, നിനക്ക് കഴിക്കാ ഭക്ഷണം ഞാൻ ബാക്കി വെച്ചില്ലല്ലോ ആയിഷ. നിനക്ക് തരാതെ ഞാൻ അറിയാതെ കഴിച്ചുപോയി. ഇന്ന് നീ പട്ടിണിയാണല്ലോ, ഇന്ന് നീ പട്ടിണിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാ. എന്റെ ഭർത്താവ് ലോകത്തിന്റെ നേതാവിരുന്ന് കരയുകയാ. എന്നിട്ട് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ, എനിക്ക് പൊരുത്തം തരുവോ ആയിഷ? എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരുവോ ആയിഷ? നിനക്ക് തരാതെ ഞാൻ ഒറ്റയ്ക്ക് തിന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോഴ് എന്റെ വയറ് നിറഞ്ഞ നബിയേ, ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, ആയിഷ, നിനക്കെന്താണ് വേണ്ടത്? നിനക്കെന്താണ് വേണ്ടത്? യാ റസൂലല്ലാഹ്, സ്വർഗ്ഗത്തിലും നിങ്ങളുടെ ഭാര്യയായിട്ട് നടക്കണം നബിയേ. എന്റെ പ്രിയമുള്ളവരെ,
ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഒരു മടിയും വേണ്ട. ഭർത്താവ് തിന്നതിന്റെ ബാക്കി വേസ്റ്റ് അല്ല പെങ്ങള്. നിന്റെ ഭാര്യ നിന്റെ പാത്രത്തിന്റെ അകത്ത് കൈയിട്ടെന്ന് പറഞ്ഞത് വേസ്റ്റ് അല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുമ്പോ ഒരു സഹാബി അല്പം പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂല് കുടിക്കാതെ ഭാര്യക്ക് കൊടുത്തു. കുടിക്കായിഷ. ആദ്യം അള്ളാന്റെ റസൂല് ഭാര്യക്കാണ് കൊടുത്തത്. അള്ളാന്റെ റസൂല് ഭാര്യക്ക് കൊടുത്തു. കുടിക്കായിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പാല് കുടിക്കുകയാണ്. അല്ലാഹുവേ മദീനബിയെ ഇല്ല ആയിഷ വയറ് നിറച്ച് കുടിക്കായിഷ. അവസാനം ആയിഷ ബീവി പറഞ്ഞു നബിയേ ഇനി എനിക്ക് വയറ്റില് സ്ഥലമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് പാലിന്റെ പാത്രം തിരിച്ചു കൊടുക്കുമ്പോ ഭർത്താക്കന്മാരെ റസൂലുള്ള തിരയുകയാ. പാത്രത്തിൽ എന്തോ തിരയുകയാണ്. ആയിഷ ബീവി ചോദിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ എന്താണ് തിരയുന്നത്? ആയിഷ നിന്റെ ചുണ്ട് വെച്ച് കുടിച്ച സ്ഥലം തിരയുകയാണ്. ആയിഷ നീ എവിടെയാണ് ചുണ്ട് വെച്ച് കുടിച്ചതെന്ന് തിരയുകയാ. അവസാനം കണ്ടുപിടിച്ചപ്പോ തന്റെ ഭാര്യ എവിടെ വെച്ചാണോ കുടിച്ചത് അതേ സ്ഥലത്തേക്ക് റസൂലുള്ള തന്റെ ചുണ്ട് വെച്ചിട്ട് പാല് കുടിക്കുകയാ. എന്റെ പ്രിയമുള്ള മുസ്ലിമേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആയിഷ ബീവി മരിക്കുന്ന കാലത്തോളം പറയുമായിരുന്നു എനിക്ക് അല്ലാഹു ലോകത്തൊരാൾക്കും കൊടുക്കാത്ത 9 പ്രതിഫലം എനിക്ക് നൽകി, 9 മഹത്വം എനിക്ക് നൽകി. അവിടുന്ന് പറയുമായിരുന്നു സഹാബാ എന്റെ മടിയിൽ കിടന്നിട്ടാ എന്റെ നെഞ്ചത്ത് കിടന്നിട്ടാണ് ലോകത്തിന്റെ നേതാവ് വഫാത്തായത്. എന്റെ നെഞ്ചത്ത് കിടന്നാണ് എന്റെ ഭർത്താവ് മരണപ്പെട്ടത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ റസൂലുള്ളാഹിന്റെ തൊണ്ടയ്ക്ക് താഴെ അവസാനമായിട്ട് കടന്നു പോയത് എന്തെന്നറിയോ? എന്റെ ഉമ്മ നീരായിരുന്നു സ്വഹാബാ. റസൂലുള്ള ലോകത്തോട് യാത്ര പറയുമ്പോ അവസാനമായി പ്രവാചകന്റെ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങിയത് സംസം വെള്ളമായിരുന്നില്ല, തന്റെ ഭാര്യയുടെ ഉമ്മനീരാ. അല്ലാഹുവിന്റെ റസൂല് അതാ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയിഷ എന്ന 18 വയസ്സുകാരിയുടെ നെഞ്ചത്താ കിടക്കുന്നത്. 18 വയസ്സുള്ള ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നിട്ടാണ് റസൂലുള്ള വഫാത്താകുന്നത്. ആ മരണ സമയം അടുത്ത് വന്നപ്പോ അല്ലാഹുവേ അബ്ദുറഹ്മാൻ എന്ന സ്വഹാബി വീടിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷാന്റെ മുഖത്ത് നോക്കി, ആ സ്വഹാബിയുടെ കയ്യിലേക്ക് നോക്കി. ആ സ്വഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ട്. 18 വയസ്സുകാരിക്ക് മനസ്സിലായി എന്റെ ഭർത്താവിന് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. മിസ്വാക്ക് വാങ്ങിയിട്ട് തന്റെ പല്ലിന്റെ അകത്തേക്ക് തന്റെ വായിലേക്ക് വെച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പല്ലുകൊണ്ട് ചവയ്ക്കുകയാണ്. മിസ്വാക്ക് വായിക്കകത്ത് വെച്ചിട്ട് തന്റെ പല്ലുകൊണ്ട് ചവയ്ക്കുകയാണ്. തന്റെ ഉമ്മനീര് അതിനകത്ത് പറ്റുകയാ. എന്നിട്ടല്ലാ ഉമ്മ കുഞ്ഞിന്റെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ ഭർത്താവിന്റെ പല്ല് തേച്ച് കൊടുത്തു മഹദി ആയിഷ. പെങ്ങള് ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒന്നാമത്തെ കടമ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നീ ഹോട്ടലിൽ നിന്ന് വയറും നിറച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ആ പാവത്തിന് കഞ്ഞിയും പയറും വേണ്ട. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആരുടെ വീട്ടിലാ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം? എത്ര പേരുണ്ടെന്ന് കൈവക്കിക്ക്. കാണാനുള്ള കൊതിയുണ്ട്? എത്ര പേരുണ്ട്?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാന്റെ റസൂല് പറയുന്നു, ഈ പുറക്കാട്ടിലെ ഏറ്റവും നല്ല കുടുംബം ഏത് വീടെന്നറിയോ? അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുന്ന, പടച്ചവന്റെ റഹ്മത്തിന്റെ മലക്കിറങ്ങുന്ന ബർക്കത്തുള്ള ഭവനം, ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാ. അള്ളാഹു അങ്ങനെയുള്ള വീടാക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള വീടാക്കി തരുമാറാകട്ടെ. ഒരു ഭാര്യയും ഭർത്താവും തിന്നൂല. പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചട്ടിക്കകത്ത് പടച്ചവനെ ചോറും വാരിയിട്ട് സാമ്പാറും പരിപ്പും മോരൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടെ എടുത്തിട്ടിട്ട് ഉമ്മ അങ്ങോട്ട് കുഴയ്ക്കും. ഉമ്മ ഇങ്ങനെ അങ്ങോട്ട് കുഴയ്ക്കും. നമുക്കൊരു കുഴപ്പമില്ല. ഉമ്മ സിമെന്റ് കുഴക്കണ പോലെ ചോറും കറിയെല്ലാം അങ്ങോട്ട് കുഴയ്ക്കും. എന്നിട്ട് അങ്ങോട്ട് എടുത്തിട്ട് ഒരു ഉണ്ട പിടിക്കും. നമ്മളിങ്ങനെ നോക്കിയിരിക്കും. വേണോടാ? വേണം ഉമ്മ. വായിലേക്ക് വെച്ച് തരും. ആർത്തിയോടെ നമ്മൾ വാരി തിന്നും. ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലൊന്ന് ചോറ് വെച്ചിട്ട് നിങ്ങളുടെ മോനൊന്ന് കൊടുത്തു നോക്ക്, അവൻ തിന്നില്ല. ഒരു 4-5 വയസ്സ്, ഇത്തിരി ബുദ്ധി, ഇത്തിരി പക്വതയുള്ള ഒരു 4-5 വയസ്സ്, 4 വരെ 4-5 വയസ്സുള്ള മക്കളൊക്കെ കഴിക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ നീ ഒന്ന് കുഴച്ചിട്ട് ഉമ്മ കുഴച്ചാൽ പോലും തിന്നൂല. പിന്നല്ലേ വെണ്ണുമ്പിള്ള കൂടെ കയറിയെന്ന് അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പാത്രം ഉണ്ടാകണം വീട്ടില്, വലിയൊരു പാത്രം ഉണ്ടാകണം. ആ പാത്രത്തിനകത്ത് വാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ച് തിന്ന്. അങ്ങനെ തിന്നത് കൊണ്ടാ പണ്ട് കുടുംബത്തിന്റെ അകത്ത് സന്തോഷവും സമാധാനവും സ്നേഹവും ഉണ്ടായിരുന്നു. പണ്ട് കൂടപ്പിറപ്പുകൾ ശത്രുക്കളായിരുന്നില്ല. സ്നേഹം ഉണ്ടായിരുന്നു. എന്റെ കൂടപ്പിറപ്പടാവൻ പറയാൻ അന്തസ്സോടെ അഭിമാനത്തോടെ നടക്കുമായിരുന്നു. ഇന്നതില്ല. ഇന്ന് കൂടപ്പിറപ്പുകളാണ് ഏറ്റവും വലിയ ശത്രുക്കള്. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തുകൊണ്ട് അകന്നുപോയി എല്ലാരും? ഒരുമിച്ചിരുന്ന് ഒരിക്കലെങ്കിലും ഒന്ന് കഴിക്കുവാപ്പ, ഒരു ദിവസമെങ്കിലും. നാളെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ നാളെ രാത്രി എല്ലാവരും കൂടെ ഒരു ദിവസം ഒരു പാത്രത്തിനകത്ത് വട്ട ഇരുന്നിട്ടൊന്ന് കഴിച്ചു നോക്കണം. എന്ത് സന്തോഷമെന്നറിയോ? നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയ്യത്ത് ചെയ്യ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ഭർത്താവിന്റെ കടമയാണ് തന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം, 2 വസ്ത്രം വാങ്ങിക്കൊടുക്കണം, നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം. അവൾക്ക് നീ ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും വാങ്ങിക്കൊടുക്കൽ നിന്റെ കടമയാ. ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കണം, നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം, അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവനും വാങ്ങിക്കൊടുക്കൽ നിന്റെ ബാധ്യതയാ. അതുകൊണ്ടല്ലേ നിന്നോട് പെണ്ണെട്ടാൻ പറഞ്ഞേ? നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല നിന്റെ പെണ്ണുമ്പിള്ള. നിന്റെ മക്കളെ നോക്കാനും നിനക്ക് വെച്ച് വിളമ്പി തരാനുള്ള വേലക്കാരിയൊന്നുമില്ല. അവക്കതൊന്നും നിർബന്ധമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവര്, നിന്റെ ഉമ്മാനെയും നിന്റെ വാപ്പാനെയും നിന്റെ മക്കളെയും നിന്റെ വീടും നിന്റെ കുടുംബവും ഒന്നും നോക്കാൻ അവക്ക് അവകാശമൊന്നുമില്ല. അവൾ പിന്നെ ചെയ്തു തരുന്ന അവളവിടെ ഔദാര്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾക്ക് സർവ്വതും ചെയ്തു കൊടുക്കൽ നിന്റെ ബാധ്യതയാ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് ധരിക്കാനുള്ള വസ്ത്രം നീ വാങ്ങിക്കൊടുക്കണം. നല്ല വസ്ത്രം, നീ ധരിക്കുന്നത് പോലെയുള്ള വിലപിടിപ്പുള്ള വസ്ത്രം നിന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കണം. അവൾക്ക് മറ്റുള്ള ശുദ്ധീകരണത്തിന്റെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം. അവൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കൽ നിന്റെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാ പല ഭർത്താക്കന്മാരും കൊടുക്കൂല, ചെലവിന് പോലും കൊടുക്കാത്ത ഇതാവില്ലേ? ഭാര്യക്കൊന്നും കൊടുക്കാറില്ല, ചെലവിനൊന്നും കൊടുക്കാറില്ല. ഓസിന് ആരും കൊടുക്കേണ്ട മനുഷ്യന്മാരെ. നിന്റെ പെണ്ണുമ്പിള്ളയ്ക്ക് നീ ഒരുള്ള ഭക്ഷണം വാങ്ങിക്കൊടുത്ത, 1 കിലോ അരി വാങ്ങിയിട്ട് നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുത്ത, അതിന് സദക്കയുടെ കൂലി അള്ളാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഓസിനല്ല, വെറുതെ അല്ല. പെണ്ണുമ്പിള്ളയ്ക്ക് ഒരു മാക്സി വാങ്ങിക്കൊടുത്ത നിനക്ക് സദക്കയുടെ കൂലിയാ. പെണ്ണുമ്പിള്ളയ്ക്ക് ഒരു ചുരിദാർ വാങ്ങിക്കൊടുത്ത, ഒരു ഫർദ വാങ്ങിക്കൊടുത്ത, അവക്ക് ചോദിക്കുന്ന ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത, മീസാൻ എന്ന ത്രാസിൽ ഭാരമുള്ള വസ്തുവായി അത് നിനക്ക് വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ ഒരു ഭർത്താവിന്റെ ബാധ്യതയാ. നമ്മൾക്ക് ചെലവിന് കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ പെണ്ണും കെട്ടിയിട്ടിട്ട് നാട് നണ്ടാ നടന്നാ പോരാ, കറങ്ങി നടന്നാ പോരാ. അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ ഒരു ഭർത്താവിന്റെ ബാധ്യതയാ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ, ആ പാവപ്പെട്ടവളെല്ലാം വിട്ടെറിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഹിജറ ചെയ്തു വന്നവളാ, അവളെ നീ ബഹുമാനിക്കണം. അവൾക്ക് ഭക്ഷണം കൊടുക്കണം, അവൾക്ക് വസ്ത്രം കൊടുക്കണം, അവൾക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം. ഇത് നിന്റെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ തല്ലല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒരു ഭാര്യയെയും തല്ലികെട്ടില്ല. തന്റെ വീട്ടിലെ അടിമകളെ പോലും പ്രവാചകൻ തല്ലികെട്ടില്ല. അത് ഏത് സാഹചര്യത്തിലുമാകട്ടെ.
അവിടെ നിന്ന് പറയുന്ന ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ സഫിയ ബീബി റളിയല്ലാഹു തആല അൻഹ അല്പ കറി, മറ്റൊരു ഭാര്യയാണ്, കുറച്ച് കറി റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ആയിഷ ബീബിയുടെ കയ്യിൽ കൊടുത്തു, പ്രവാചകന് കൊടുക്കാൻ. ആയിഷ ബീബി വീടിന്റെ അകത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പോഴാ മറ്റൊരാൾ കൊണ്ടുവരണേ. ആയിഷ ബീബി റളിയല്ലാഹു തആല എനിക്ക് ദേഷ്യം വന്നു, എടുത്തൊരൊറ്റ ഏറ്, എല്ലാം കൂടെ എടുത്തൊരൊറ്റ ഏറ്, ആ പാത്രം വരെ പൊട്ടിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴക്ക് പറയാനോ തല്ലാനോ ഒന്നും നിന്നില്ല. മിണ്ടാതെ താഴെ ഇരുന്നിട്ട് പൊട്ടിയ പാത്രം പറക്കിയെടുത്തു മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് ഭാര്യയെ തല്ലാൻ പാടില്ല. സ്നേഹമുള്ള ഒരു ഭർത്താവ് തല്ലൂല. ഇന്നിപ്പോ വൈകുന്നേര സമയമാകുമ്പോൾ അളിയാ ഇന്നലെ പെടലി നടുവ് ഒരെണ്ണം കൊടുത്തളിയാ പറയാ, വൈകിട്ട് കാണുമ്പോ പറയും ഇന്നലെ അവളുടെ പെടലിക്ക് ഞാൻ പിന്നെ കട്ടിലിനടി ചവിട്ടി കയറ്റുമായിരുന്നല്ലേ. ഭാര്യയെ തല്ലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് സന്തോഷിക്കുന്ന യുവത്വം അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, മഹാന്മാര് പറയുന്നു, പെണ്ണിന് എടുത്തു ചാട്ടം മുൻകോപമൊക്കെയുള്ള പെണ്ണുങ്ങളുണ്ട്. പാവങ്ങൾക്ക് ഒത്തിരി വിവരം കുറവാ, ഒത്തിരി ബുദ്ധി കുറവാ പെണ്ണുങ്ങൾ. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ദേഷ്യം വന്ന ഭർത്താവ് മിണ്ടാതിരിക്കലാ നല്ലത്. മഹാന്മാര് പറയുന്നു, ഭാര്യയ്ക്ക് ദേഷ്യം വന്ന ഭർത്താവ് മിണ്ടരുത്, മിണ്ടാതങ്ങ് ഇരുന്നേക്കണം. കാരണം എന്തേ? നീ എന്തെങ്കിലും പറയും, അവൾ അതിന് മറുപടി പറയും. നീ വീണ്ടും എന്തെങ്കിലും പറയും, വീണ്ടും അവൾ മറുപടി പറയും. അവസാനം പെടലിക്ക് ഒന്ന് കൊടുക്കും. അടി കൊണ്ടാ മിണ്ടാതിരിക്കോ ഇല്ല, പിന്നെയും ദാന്ന് പറഞ്ഞ് ചോദിച്ചോണ്ട് നടക്കും. അതാ പെണ്ണ്. എടാ കൊണ്ട് ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് തറുതല പറയുമ്പോ ആണിന് ദേഷ്യം വരും, ആണ് തല്ലും. തല്ലുകൊണ്ടാ മിണ്ടാതിരിക്കത്തൊന്നുമില്ല, പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. വീണ്ടും 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 കൊടുക്കും. അവസാനം പെട്ടി എടുത്തോണ്ട് ഓളുള്ള വീട്ടിൽ പോകും. അതുകൊണ്ട് ഏറ്റവും നല്ലത്, നിന്റെ ഭാര്യയ്ക്ക് ദേഷ്യമുണ്ടെന്ന് മനസ്സിലായാ മിണ്ടാതിരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പെണ്ണുങ്ങളോട് പറയാനുള്ളത്, നിന്റെ കെട്ടിയവന് ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലായാൽ നീ ബെഡ്റൂമിനകത്ത് കയറി കഥകടച്ചിരിക്കല ഏറ്റവും നല്ലത്. ആ വഴിക്ക് പോകാതിരിക്കുക നല്ലത്. അതാണ് തടിക്ക് നല്ലത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഭാര്യമാരെ തല്ലാൻ പാടില്ല. നബി ഒരു ഭാര്യയെ തല്ലിയിട്ടില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ പെണ്ണുങ്ങളെ 5 സമയങ്ങളിൽ തല്ലാമെന്ന അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര സമയങ്ങളിൽ തല്ല പറയുന്നേ? എത്ര സമയങ്ങളിൽ? 5 അവസരങ്ങളിൽ ഭർത്താവിന് തന്റെ ഭാര്യയെ തല്ലുന്നതിൽ കുഴപ്പമില്ല. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരുന്ന കൈവക്കിക്ക്. അള്ളാഹു ഇന്നത്തോടു കൂടി ഒരു തീരുമാനമാവും. ഉസ്താദ് അതൊന്ന് പറഞ്ഞതാ ഉസ്താദെ, 2 എണ്ണം കൊടുക്കാൻ കിട്ടുന്ന അവസരമല്ലേ? അങ്ങനെയല്ലേ? ഇൽമാണല്ലോ എന്ന് പറഞ്ഞു തരണമല്ലോ. എന്റെ ഭാര്യമാർക്ക് ആ 5 കാര്യം സൂക്ഷിച്ചാൽ മതി, അപ്പൊ തല്ല് കിട്ടൂല. ഈ പറയുന്ന 5 കാര്യം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് തല്ലുകൊള്ളാതെ രക്ഷപ്പെടാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഹദീസിന്റെ കിതാബിൽ മഹാന്മാര് പറഞ്ഞു തരുന്നു. അവിടുന്ന് ഒന്നാമത്തത് അവ്വലുഹാ മൻഉൽ ജിമാഅ്, തന്റെ ഭർത്താവിനോട് കിടപ്പറയിൽ സഹകരിക്കാത്ത ഭാര്യ. നമുക്ക് അശുദ്ധിയൊന്നുമില്ല, ശുദ്ധിയാണ്, രോഗമൊന്നുമില്ല, ആരോഗ്യത്തോടു കൂടി ഇരിക്കാം. എന്നാൽ ഭർത്താവിന്റെ കൂടെ കിടപ്പറയിൽ സഹകരിക്കാത്ത ഭാര്യ നമുക്കൊന്ന് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിന്റെ കൂടെ കിടപ്പറയിൽ സഹകരിക്കുന്നില്ല, വാശി, ആവശ്യമില്ലാത്ത വാശി. എന്നാൽ ഒരു എന്താ പറയാ, ദീൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കിടപ്പറയിൽ കഴിയേണ്ടതെന്ന് എങ്ങനെയാണെന്ന് ദീൻ പഠിപ്പിക്കണം. അല്ല സായിപ്പിന്റെ മാതാമയുടെയും സിനിമയും കണ്ടിട്ട് വന്നിട്ട് അങ്ങനെയുള്ള ഒന്നല്ല കേട്ടാ, അങ്ങനൊന്നല്ല. അതുപോലെ നിന്നെ പോലെ ഒരു മനുഷ്യ ജന്മമാണ് എന്ന ചിന്തയോടുകൂടി മാന്യമായിട്ടുള്ള രീതിയിൽ നിന്റെ ഭാര്യയുമായിട്ട് നീ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോ സഹകരിക്കാത്ത ഭാര്യ ഒന്ന് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 2 എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അവിടെ നിന്ന് പറയുന്നു, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തേക്ക് പോകുന്നവർക്കൊന്ന് കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. കെട്ടിയവൻ പറയുന്നു നീ പോണ്ട, ഇല്ല ഞാൻ പോകും, തിരിച്ചു വരുമ്പോ ഒരു മടലും കൊണ്ട് നിന്നാ മതി വീടിന്റെ കവാടത്തിൽ, ഒന്ന് കൊടുക്കാം. ഭർത്താവ് പറയുന്നതനുസരിക്കാത്ത ഭാര്യ, അവക്ക് ചെലവിന് കൊടുക്കാൻ നീ പറയുന്നില്ല ട്ടാ. നീ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന ഭാര്യക്ക നീ ചെലവിന് എടുക്കേണ്ടത്. നീ പറയാതെ കേൾക്കാതെ വായി നോക്കി നടക്കണവർക്ക് എന്ത് ചെലവൊന്നുമില്ല. അപ്പൊ നിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യ, അവളെ തല്ലാമെന്ന അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 3 നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയ ഒരടിച്ച പറഞ്ഞേക്കണം കേട്ടാ. എനിക്ക് പെട്ടെന്ന് നിർത്തിയിട്ട് വീട്ടിൽ പോകാനുള്ളതാണ്. ഒരാഴ്ചയായി മോനെ കണ്ടിട്ട്, ഇന്നൊന്ന് പോയി തല കാണിച്ചിട്ട് നാളെ രാവിലെ മുങ്ങാനുള്ളതാ. അപ്പൊ അതുകൊണ്ട് 3 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3-ാമത്തെ കാര്യം,
5 നേരം തറുക്കുസ്വല, നമസ്കാരം ഉപേക്ഷിക്കുന്ന ഭാര്യയ്ക്ക് ഒരെണ്ണം കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. സുബൈക്ക് പോത്ത് പോലെ കിടന്നുറങ്ങാൻ എത്ര വിളിച്ചാലും എഴുന്നേക്കൂല. അള്ളാ ഒന്നും നോക്കണ്ട, ചൂല് എടുത്തോണ്ട് ഇറങ്ങിയേക്കണം. നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഭാര്യ, നിസ്കരിക്കാത്ത ഭാര്യ, അവളെ തല്ലുന്നതിൽ കുഴപ്പമില്ല എന്നാ. 4 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4ാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെട്ടു, ജനാപത്തുകാരിയായി. അങ്ങനെ ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, പള്ളിയിലൊക്കെ പോയി. ഇവളിങ്ങനെ പള്ളിയിൽ നിന്ന് ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പല്ലും കുത്തിയിട്ട് മക്കൾക്ക് സ്കൂളിൽ പോകണമല്ലോ, രാവിലെ ചായയും കാപ്പിയും ഉണ്ടാക്കുക. 7 മണിയായി 8 മണിയായി മക്കളെ സ്കൂളിൽ വിട്ടു. പിന്നെ അടുത്തത് ഇവക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കുക. 9 ആയി 10 ആയി എല്ലാവരും തിന്നു. അത് കഴിഞ്ഞപ്പം വീണ്ടും എന്താ ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കാൻ കയറി. കുളിച്ചിട്ടില്ല, ഉച്ചയായി കുളിച്ചില്ല, 1 മണിയായി 2 മണിയായി കുളിക്കുന്നില്ല. ജനാപത്തുകാരിയായിട്ട് കുളിയെ പിന്തിപ്പിക്കുന്ന ഭാര്യ, അവൾക്ക് തല്ല് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 5 നല്ലതുപോലെ കേട്ടോ. 5ാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു അവിടെ നിന്ന് മഹാനവറുകൾ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. 5ാമത്തെ കാര്യം, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി പോകാത്ത ഭാര്യക്കൊന്ന് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി പോകൂല. നീ സ്വർണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അവക്ക് ചോദിക്കുന്നത് സ്വർണം, അവക്ക് ചുരിദാർ, മാക്സി, സാരി, ഫർദ, എന്ത് ചോദിച്ചാലും നീ വാങ്ങിക്കൊടുക്കും. നിന്റെ മുന്നിൽ വരുന്നത് കൂറ കരി പിടിച്ച ഒരു മാക്സി ഇട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന് കയറി വരും. എന്നാലോ കല്യാണത്തിന് പോകുമ്പോ ഒടുക്കത്തെ ഒരുക്കം, നാട്ടുകാരെ കാണിക്കാൻ ഒരുങ്ങി കെട്ടി വെളിയിൽ പോകും. പിന്നെന്തിനാ നീ വാങ്ങിച്ചു കൊടുത്തേ? നീ പിന്നെന്തിനാ വാങ്ങിക്കൊടുത്തേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവ് ഇതെല്ലാം നിനക്ക് വാങ്ങി തന്നിരിക്കുന്നത് ആ മനുഷ്യന്റെ മുന്നിലാടി നീ ഒരുങ്ങി പോണ്ടേ. അല്ലാതെ കല്യാണ വീട്ടിൽ പോകുമ്പോ വയറും കാണിച്ചിട്ട് പോകാനുള്ളതല്ല. നീ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ, നീ ഇന്ന് വരെ പോയിട്ടുണ്ടോ സ്വർണ്ണം ഇട്ടുകൊണ്ട്? നിനക്ക് കല്യാണത്തിന് വാങ്ങി തന്ന സ്വർണ്ണം ഇട്ടുകൊണ്ട് ഇന്ന് വരെ നിന്റെ ഭർത്താവിന്റെ മണിയറയിൽ നീ കടന്നു പോയിട്ടുണ്ടോ? നീ ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ട്, നല്ലൊരു സാരി, ഇങ്ങനെയുണ്ട് കൈ സാരി, അവിടെ പോകുമ്പോ പിന്നെ എവിടെ തുറന്നിട്ടാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ, അവിടെ അനുവദനീയാണല്ലോ എല്ലാം. പുറത്തു പോകുമ്പോഴല്ലേ കുഴപ്പം. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുന്നിലേക്ക് പോകുമ്പോ ഒരുങ്ങി പോകണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സുറുമയിടാതെ പോകുന്ന ഭാര്യ ഇഷ്ടമായിരുന്നില്ല നബിക്ക്. മൈലാഞ്ചി ഇടാത്ത ഭാര്യ ഇഷ്ടമായിരുന്നില്ല നബിക്ക്. നീ ഇന്ന് വരെ ഇട്ടിട്ടുണ്ടോ? എന്റെ ഭർത്താവിന്റെ റൂമിൽ പോകുമ്പോ നീ മൈലാഞ്ചി ഇടുവോ? നീ സുറുമ ഇടുവോ? നേരെ ചൊവ്വ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ചിട്ട് പോകുവോ? പെണ്ണേ, അങ്ങനെ പോകണം. അങ്ങനെ പോകാത്ത ഭാര്യ, അവൾക്കൊരടി കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ അടിക്കണം? പട്ടിക തല്ലണ പോലെ തല്ലരുത്, പട്ടിക തല്ലണ പോലെ തല്ലരുത്. മുട്ടിന് താഴെ പൊട്ടാത്ത രീതിയിൽ ഒരു ചൂരിലൊക്കെ വെച്ചൊന്ന് കൊടുത്താലും കുഴപ്പമില്ല. അല്ലാതെ തല്ലാ നിന്ന അകത്ത് പോയിട്ട് ഉണ്ട തിന്നാം. അള്ളാഹു കാക്കുമാറാകട്ടെ. അവസ്ഥ ഭാര്യ ഇപ്പൊ ഒരുങ്ങില്ല എന്ന് പറഞ്ഞ് തല്ലാന്ന് പറഞ്ഞിട്ട് തല്ലിക്കഴിഞ്ഞാൽ അവള് പറയും എന്നെ പീഡിപ്പിച്ചു, അവസാനം അകത്ത് കിടക്കേണ്ടി വരും. ഇപ്പൊ നിയമങ്ങൾ മുഴുവനും അവർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് പൊട്ടാത്ത രീതിയിൽ അടിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകുക. കാരണം കുടുംബ ജീവിതങ്ങളൊക്കെ വല്ലാതെ തകർന്ന. ഞാൻ ഒരിക്കൽ ആലപ്പുഴ ഇവിടെ കണ്ട വയലിന് വന്നിട്ട് ഇതൊന്ന് പുറക്കാടാൻ തോന്നുന്നു. ഇവിടുന്ന് ഇങ്ങനെ കരുനാഗപ്പള്ളി ഭാഗത്ത് എവിടെയോ വയല് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു പോകുമ്പോ ഒരു ചെറുപ്പക്കാര് 2 പേര് ബൈക്കിൽ ഇങ്ങനെ പാഞ്ഞു വന്നിട്ട് എന്നെ പിടിച്ചു നിർത്തി. ഉസ്താദെ 1 മണി എങ്ങാണ്ടായി, എന്താ മക്കളെ? സംശയം ചോദിക്കാൻ വന്ന ഉസ്താദെ 1 മണിക്ക്. ഞാൻ വിചാരിച്ചതെല്ലാം വന്നതാണ്. വയല് പറയുമ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് തല്ലണ കാലല്ലേ. 2 ചെറുപ്പക്കാരടുത്ത് വന്നു. അപ്പൊ ഒരുത്തൻ ഇങ്ങനെ മാറി നിന്നു, ഒരുത്തന്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു എന്താ മോനെ? ഉസ്താദെ ഒരു മസല ചോദിക്കാൻ വന്നതാ. എന്താ മോനെ? ഉസ്താദെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 23 ദിവസമായി ഉസ്താദെ. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ഒരു കാര്യം പറഞ്ഞു വഴക്ക് കൂടി. ഇവനാണെങ്കിൽ ഒന്ന് പണയം വെക്കാൻ മോതിരം ചോദിച്ചു, ആ പെണ്ണ് കൊടുത്തില്ല. പിന്നെ 1 പറഞ്ഞ് 2 പറഞ്ഞ് പിന്നെ വാശിയായി 2 പേരും കൂടെ വലിയ വഴക്കായി. അവസാനം പറഞ്ഞു നിന്നെ എനിക്ക് വേണ്ടടി 3 തലാക്കും എന്ന് പറഞ്ഞ് 23 ദിവസം ആയിട്ടുള്ളൂ. 3 തലാക്കും പറഞ്ഞു. ഇവൻ പറയാ ഉസ്താദെ ദേഷ്യം വന്നപ്പം പറഞ്ഞു പോയതാ, എനിക്ക് അവളെ തന്നെ വേണം, അവളെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു എടാ നീ തലാക്ക് പറഞ്ഞു. 3 തലാക്ക് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു പോയി, ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ. ഉസ്താദന്മാരടക്കം ചോദിച്ചപ്പോ ഉസ്താദന്മാര് പറഞ്ഞു ഇനി മറ്റൊരാള് വിവാഹം കഴിച്ചാലേ ആ പെണ്ണിനെ എനിക്ക് കെട്ടാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ. അപ്പൊ ഇവ എന്നോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ പുറകെ നിൽക്കണ കൂട്ടുകാരനെ കാണിച്ചിട്ട് പറയാ ഉസ്താദെ ഇവൻ എന്റെ കൂട്ടുകാരനാ, എന്റെ ഭാര്യയെ കെട്ടാൻ തയ്യാറാ, ഇവൻ എന്റെ ഭാര്യയെ കെട്ടാൻ തയ്യാറാ. ഞാനിങ്ങനെ നോക്കി, പടച്ചവനെ പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ നാണം കുടുങ്ങി നിൽക്കുക, പുതിയാപ്പിള ഇക്കണ പോലെ വല്ലവന്റെ പെണ്ണും പിള്ളെ കെട്ടാൻ. ചെറിയൊരു പയ്യൻ
ഞാൻ അവനോട് പറഞ്ഞു, എടാ കെട്ടിയാൽ മാത്രം പോരടാ, ശാരീരികമായി ബന്ധം, ശരീരത്ത് തൊട്ടിട്ടുള്ള ഒന്നുമില്ല. കെട്ടും തലാക്ക് പറയും, ഞാൻ കെട്ടും. ഞാൻ പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ചെയ്യാം, വണ്ടി എടുത്തിട്ട് ഓടിക്കളഞ്ഞു. ഇതാ ഇന്നത്തെ അവസ്ഥ. കെട്ടിയോ ജീവിച്ചോ അല്ലാഹു അല്ല, എനിക്കറിയില്ല ഇന്നത്തെ അവസ്ഥ എങ്ങനെ ആയിപ്പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഭാര്യ ഇങ്ങ് തല്ലാൻ നിന്ന് കഴിഞ്ഞാൽ കഴിവിന്റെ പരമാവധി തല്ലാതിരിക്കുക, സഹിക്ക്. ക്ഷമിക്കാനും സഹിക്കാനും കഴിയണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നീ തലാക്ക് പറഞ്ഞു. 3 തലാക്ക് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു. ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ. ഉസ്താദന്മാരടക്കം ചോദിച്ചപ്പോ ഉസ്താദന്മാര് പറഞ്ഞു, ഇനി മറ്റൊരാള് വിവാഹം കഴിച്ചാലേ ആ പെണ്ണിനെ എനിക്ക് കെട്ടാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, അങ്ങനെ തന്നെ. അപ്പൊ ഇവ എന്നോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ പുറകെ നിൽക്കുന്ന കൂട്ടുകാരനെ കാണിച്ചിട്ട് പറയാ, ഉസ്താദെ ഇവൻ എന്റെ കൂട്ടുകാരനാ, എന്റെ ഭാര്യയെ കെട്ടാൻ തയ്യാറാ, ഇവൻ എന്റെ ഭാര്യയെ കെട്ടാൻ തയ്യാറാ. ഞാനിങ്ങനെ നോക്കി, പടച്ചവനെ പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ നാണം കൊണ്ടിങ്ങി നിൽക്കുക, പുതിയാപ്പിള ഇക്കണ പോലെ, വല്ലവന്റെ പെണ്ണും പിള്ളെ കെട്ടാൻ. ചെറിയൊരു പയ്യൻ. ഞാൻ അവനോട് പറഞ്ഞു, എടാ കെട്ടിയാൽ മാത്രം പോരടാ, ശാരീരികമായി ബന്ധം, ശരീരത്ത് തൊട്ടിട്ടുള്ള ഒന്നുമില്ല. കെട്ടും തലാക്ക് പറയും, ഞാൻ കെട്ടും. ഞാൻ പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ചെയ്യാം, വണ്ടി എടുത്തിട്ട് ഓടിക്കളഞ്ഞു. ഇതാ ഇന്നത്തെ അവസ്ഥ. കെട്ടിയോ ജീവിച്ചോ അല്ലാഹു അല്ല, എനിക്കറിയില്ല ഇന്നത്തെ അവസ്ഥ എങ്ങനെ ആയിപ്പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഭാര്യ ഇങ്ങ് തല്ലാൻ നിന്ന് കഴിഞ്ഞാൽ കഴിവിന്റെ പരമാവധി തല്ലാതിരിക്കുക, സഹിക്ക്. ക്ഷമിക്കാനും സഹിക്കാനും കഴിയണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.